ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സെൻഷാസ് റെസ്റ്റോറ. ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്തൊരു കോഴിക്കോടൻ കല്യാണത്തിന്റെ വിശേഷങ്ങളാട്ടോ പങ്കുവയ്ക്കാൻ പോകുന്നത്. അരൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഒരു കാറിന് യാത്ര. അതിരാവിലെ തന്നെ ഇറങ്ങണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉച്ചയ്ക്ക് 12 മണിയായിട്ടോ. രാവിലെ മുതൽ തന്നെ ഭയങ്കര മഴയായിരുന്നേ. ഞങ്ങള് ഇറങ്ങാൻ നേരത്തും മഴ തന്നെയായിരുന്നു. മഴ കുറഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു. ഭാഗ്യത്തിന് ലുലുവിൻ്റെ അവിടെയൊന്നും എടപ്പള്ളി ഭാഗത്തൊന്നും ബ്ലോക്കൊന്നും കിട്ടിയില്ല. അവിടെയൊക്കെ സ്മൂത്തായിട്ട് പോകാൻ പറ്റി. കാറിൽ കയറി ഒന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പുറത്ത് മഴയും ഒക്കെ ആണല്ലോ. അപ്പോൾ തണുത്ത കാറ്റും എ സിയിലൊക്കെ ഇരുന്ന് പൊന്നെ നൈസായിട്ട് കിടന്ന് ഉറങ്ങാന്നുള്ള സ്റ്റേജ് എത്തി. ഞാൻ വിളിച്ചൊന്ന് മോനെ നീ എന്തെടുക്കാന്ന് ചോദിച്ചപ്പോൾ മമ്മ ഞാൻ ഇവിടെ ഉണ്ട്, എനിക്ക് ഒപ്പം മഞ്ഞെന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുക. ഞങ്ങളപ്പോൾ ഞാൻ പെൻ ഡ്രൈവിൽ പാട്ടൊക്കെ കോപ്പി ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പാട്ടൊക്കെ കേട്ട് നൈസായിട്ട് എൻജോയ് ചെയ്ത് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ കാറിലിരുന്നു. എറണാകുളത്തുള്ളവർക്ക് സുപരിചിതമായിരിക്കും ഈ കാലം. പക്ഷേ വേറെ സ്ഥലത്തൊക്കെ ഉള്ളവർക്ക് അറിയാമോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ എത്തിയാലും ഞാനൊരു വീഡിയോ ഒക്കെ എടുക്കാറുണ്ട്. ഫ്രണ്ട്സ്, ഞങ്ങൾ പെട്ടു കേട്ടോ. കൊറട്ടി സൈഡിൽ ഭയങ്കര ബ്ലോക്കാണ്, വിശക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഈ ബ്ലോക്കിൽ കിടന്ന് വല്ല ഷോപ്പുണ്ടോയെന്ന് അന്വേഷിച്ച് പോകാം, അല്ലാതെ എന്ത് ചെയ്യാനാണ്. നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് ആ സമയമായപ്പോൾ. ഭയങ്കര ബ്ലോക്കും കിട്ടി. അങ്ങനെ ഞങ്ങളൊരു ഷോപ്പ് കണ്ടെത്തിയേ. ഭാഗ്യത്തിന് ആ സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കയറി ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഹോട്ടലിൽ. ആ ബ്ലോക്കിൻ്റെ സൈഡിൽ തന്നെയുള്ള ഷോപ്പാണ്. ബ്ലോക്ക് ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ബ്ലോക്കിൽ കിടക്കുന്നവർ തന്നെ വിശക്കുമ്പോൾ ഓടി വന്ന് കയറുവാന്ന് തോന്നുന്നു. വെള്ളം കൊണ്ടുവന്ന് വെച്ചാൽ തന്നെ പൊണ്ണം കയറി കുടിച്ചതാണ്. നാക്കുള്ളിൽ പോയി. എന്നിട്ട് പിന്നെ ആരെങ്കിലും കണ്ടോന്ന് അവൻ ശ്രദ്ധിക്കുമായിരുന്നു. കണ്ടോ? പിന്നെ നാണം മാറ്റാൻ വേണ്ടിയിട്ട് പോക്കറ്റിൽ നിന്നുള്ള കാറൊക്കെ പെറുക്കിയെടുത്ത് അവിടെ ഇരുന്ന് കളിയായി ആള്. കാർ ഓടിച്ച് കളിക്കുമായിരുന്നു. ഹോട്ടലിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് ഡിലേ ആയിരുന്നു ഫുഡ് കൊണ്ടുവരാനായിട്ട്. ഞങ്ങൾക്ക് വിശന്നിരുന്നേച്ചുകൊണ്ട് ഡിലേ ആണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടോ. അങ്ങോട്ട് അവർ പ്ലേറ്റ് കൊണ്ടുവന്ന് വെച്ചപ്പോൾ കുറച്ച് സമാധാനമായി, വിശന്നിരുന്നത് കൊണ്ടേ. അപ്പോഴേക്കും ഫുഡും കൊണ്ടുവന്നു. കുഴിമന്തിയാണ് ഓർഡർ ചെയ്തത്. പെരി കുഴിമന്തി, ചിക്കൻ. എൻ്റെ മോന് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാണ് കേട്ടോ ബിരിയാണി, കുഴിമന്തി. അപ്പോൾ പുറത്തെവിടെയെങ്കിലും പോയാൽ ഞങ്ങൾ കൂടുതലും ഇത് തന്നെയാണ് വാങ്ങിക്കാറ്. ഇതാവുമ്പോൾ അവനും ഓക്കെ ആണല്ലോ. വേറെ എന്തെങ്കിലും മേടിക്കാമെന്ന് വെച്ചാൽ അപ്പോൾ അവന് പിന്നെ വേറെ സെപ്പറേറ്റ് വാങ്ങിക്കണം. അപ്പോൾ ഇതാവുമ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും ഒരു ഹാഫ് കുഴിമന്തി വാങ്ങിച്ചാൽ ഞങ്ങൾക്ക് ബാക്കി ഉണ്ടാവും. അപ്പോൾ പിന്നെ ഇത് വാങ്ങിക്കുന്നതല്ലേ നല്ലത്. ഇപ്പോൾ ഒരു കുഞ്ഞു കുടുംബത്തിന് ഒരു ഹാഫ് കുഴിമന്തി ഓക്കെയാണ്. ഫുഡ് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ. വേഗം പാത്രത്തിലാക്കി 3 പേരും വിശന്ന് പൊരിഞ്ഞിരിക്കണമായിരുന്നു. തട്ടി വിട്ട്. അവന് ചിക്കൻ വേണ്ട, റൈസാണ് അവനിഷ്ടം. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ പീസ് എടുത്തിട്ട് ഗില്ലിയൊക്കെ വെച്ച് കൊടുത്ത്. ആൾക്ക് റൈസ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിൽ നിന്ന് സാധനങ്ങളൊക്കെ പിറക്കി മാറ്റി, കുരുമുളകും സാധനങ്ങളൊക്കെ പിറക്കി മാറ്റി പയ്യെ ഇരുന്ന്. ഇപ്പോൾ പുറത്തൊക്കെ പോയാൽ തന്നെ ആൾ കഴിച്ചോളൂ കേട്ടോ. അതുകൊണ്ട് എനിക്കും ഫ്രീ ആയിട്ട് ഇരുന്ന് കഴിക്കാം. ആൾക്ക് ഇഷ്ടമാണ് തന്നെ ഇരുന്ന് കഴിക്കാൻ, അതുകൊണ്ട് ഞാനും കൊടുക്കും. അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കുമുണ്ട്. കൊരട്ടി സൈഡിലായിരുന്നു ഈ ഷോപ്പ്. അങ്ങനെ അവിടെ ഞങ്ങൾ കൈയ്യഴാൻ പോണ അവിടെ ഒരു സ്കൂട്ടർ വെച്ചിട്ടുണ്ടായിരുന്നു അവർ ഷോപ്പീസായിട്ട്, പഴയ മോഡൽ സ്കൂട്ടർ. അവനത് കയ്യും കഴുകിയിട്ട് ആ സ്കൂട്ടറിൻ്റെ പുറത്ത് കയറി. ഞാൻ വരുമ്പോൾ കാണുന്നത് ഡാഡിയും മോനും കയ്യും കഴുകിയിട്ട് സ്കൂട്ടറിൻ്റെ പുറത്തിരുന്ന് കളിക്കുന്നതായിരുന്നേ. ഗ്രീൻ കളറ് കൊള്ളാം കേട്ടോ. പിള്ളേരൊക്കെ അതിൻ്റെ പുറത്ത് കയറി കളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ പിള്ളേർ അതിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബില്ല് ചെയ്യാൻ വേണ്ടി നിന്നപ്പോൾ അവനപ്പം ഐസ്ക്രീം വേണം. ഒരാവശ്യമില്ല, സ്ട്രോബെറിയുടെ ഒരു ഐസ്ക്രീമും എടുത്തു. അങ്ങനെ കാറിൽ കയറി ഞങ്ങൾ പിന്നെയും തിരിച്ച് ബ്ലോക്കിലേക്ക്. ഈ റോഡ് പണിയൊക്കെ ഓക്കെ, പക്ഷേ ഇത്രയും മണിക്കൂർ ബ്ലോക്കിൽ കിടക്കാമെന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യന് ഏറ്റവും വിലപ്പെട്ടത് സമയമല്ലേ. ആ സമയം മുഴുവൻ ഈ ബ്ലോക്കിൽ കിടന്ന് പോവുകയാണ്. എത്ര കഷ്ടപ്പാടാണല്ലേ. എന്നാണാവോ നമുക്ക് നല്ലൊരു റോഡൊക്കെ സെറ്റായി വരാൻ പോകുന്നത്.
പിന്നെ കൊരട്ടിയുടെ അവിടെ നിന്ന് ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ പിന്നെ മൂവിങ് ആയി, ഹാപ്പിയായി. അങ്ങനെ തൃശ്ശൂർ റൗണ്ട് ആരും കണ്ടിട്ടുണ്ടോ? എറണാകുളത്തുള്ളവരൊക്കെ നിങ്ങളൊക്കെ എപ്പോഴും വരുമായിരിക്കും. ഞാൻ വല്ല കാലത്തുമാണ് വരുന്നത് ഇങ്ങനെയൊക്കെ ഒരു യാത്ര. അപ്പോൾ തൃശ്ശൂർ റൗണ്ടൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പിന്നെയും ചെറിയൊരു ബ്ലോക്കൊക്കെ കിട്ടി. എന്നാലും കുഴപ്പമില്ല കേട്ടോ. കൊരട്ടിയുടെ അവിടെ എത്ര മണിക്കൂർ, 1 മണിക്കൂറിൽ കൂടുതൽ കൊരട്ടിയുടെ അവിടെ മാത്രം പോയി. പിന്നെ നമ്മൾ ആ ഒരു മലപ്പുറം സൈഡിലോട്ടൊക്കെ കയറിയപ്പോൾ നല്ലൊരു റോട്ടിലോട്ടങ്ങ് കയറിയിട്ടോ. സത്യം അത്രയും നേരം എയിംസിന് വണ്ടി ഓടിച്ച് തന്നെ ഒരു മടുപ്പായിരുന്നു. ആ മടുപ്പൊക്കെ ആ റോഡ് അങ്ങോട്ട് കയറിയപ്പോൾ കുറച്ചങ്ങോട്ട് മാറി. പിന്നെ നമ്മളൊന്ന് ഹാപ്പിയായി, ചില്ലായിട്ടിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഉഷാറായപ്പോൾ പൊന്ന വക വ്ളോഗായിരുന്നു കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടത്. അവൻ പറയണത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ നമ്മളൊന്നും പറഞ്ഞു കൊടുക്കുകയൊന്നും വേണ്ട, ഇവരൊക്കെ ഇങ്ങനെ ഫോണിൽ ഒക്കെ കേൾക്കുമല്ലേ. അപ്പോൾ എല്ലാവരും, എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികളെല്ലാവരും തന്നെ ടാലൻറ്റഡ് ആണ്. എല്ലാവർക്കും നല്ല കഴിവുണ്ട്. അത് നന്നായിട്ട് പറഞ്ഞായിരുന്നു കേട്ടോ. എനിക്കിഷ്ടമായി. നിങ്ങൾക്കിഷ്ടമായോ അവൻ്റെ പ്രസൻറ്റേഷൻ? നിങ്ങൾക്ക് ഇഷ്ടമായോ? പിന്നെ ചെറിയ മഴയൊക്കെ പെയ്തു കേട്ടോ. പിന്നെ കാറിലായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നാലും നമുക്ക് അങ്ങോട്ട് വേഗത്തിൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല, മഴയായതുകൊണ്ട്. പിന്നെ റോഡ് നല്ലതായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്ക് വരും, ഇടയ്ക്കിടയ്ക്ക് നല്ല റോഡ്. പണി മുഴുവനായിട്ട് തീരാത്തത് കൊണ്ട് ചില സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ ഷോർട്ട് കട്ടൊക്കെ കയറേണ്ടി വരും. എന്നാലും കിട്ടണ അത്രയും ദൂരം ഇങ്ങനത്തെ റോഡ് കിട്ടിയപ്പോൾ ഞങ്ങൾ മാക്സിമം വേഗം പോകുന്നു കേട്ടോ. ഫുള്ളായിട്ട് ഈ റോഡൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോഴിക്കോട് വരെയൊക്കെ വരാനായിട്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമുക്ക് വേഗത്തിൽ പോരാൻ പറ്റും. ഒരു കല്യാണമോ ഫങ്ഷനോ എന്തുണ്ടെങ്കിലും നമുക്ക് കാറിന് തന്നെ വരാം, ഒരു കുഴപ്പമില്ല. ഓൺ റോഡ് വരാനായിട്ട് നല്ല സുഖമായിരിക്കും ഈ റോഡ് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ. 3 വരി സൂപ്പറായിരിക്കും. പക്ഷേ ഈ പണി നടക്കുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് തൃശ്ശൂർ കൊരട്ടി, അവിടെ മുട്ടും ബ്ലോക്കായിരുന്നു കേട്ടോ. ഞങ്ങളൊരു 1.5 മണിക്കൂറോളം അവിടെ പോയി കിട്ടിയിട്ടുണ്ട്. ഫുൾ റോഡ് സെറ്റായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു 3 മണിക്കൂറൊക്കെ കൊണ്ടൊക്കെ കോഴിക്കോട് വരെയൊക്കെ എത്താൻ പറ്റുമായിരിക്കും അല്ലേ? എനിക്കും അറിയില്ല, എന്നാലും എനിക്ക് തോന്നുവാണ്. ഇപ്പോൾ ഗൂഗിൾ മാപ്പിൽ ഞങ്ങൾ കോഴിക്കോട് അടിച്ചപ്പോൾ 5 മണിക്കൂറായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 6:30 മണിക്കൊക്കെ, നമ്മൾ 12 മണി കഴിഞ്ഞാണ് ഇറങ്ങിയത്. അപ്പോൾ ഒരു 6:30 മണിയൊക്കെ ആകുമ്പോൾ എത്തുന്ന രീതിയിലാണ് ഗൂഗിൾ മാപ്പിൽ കാണിച്ചത്. പക്ഷേ ഇങ്ങനത്തെ റോഡ് കിട്ടുമ്പോൾ മാത്രമാണ് നമുക്കൊന്ന് നന്നായിട്ട് പോകാൻ പറ്റുന്നത്. അതല്ലാത്ത സ്ഥലത്തൊക്കെ സീൻ തന്നെയാണ്. ഞങ്ങൾക്ക് പിന്നെ ഇടയിലൊന്ന് നിർത്തി കേട്ടോ. നല്ല റോഡും ഒരു ചാറ്റം മഴയും ഒക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പയ്യെ ഒന്ന് ഇറങ്ങി. ഞാൻ എന്നിട്ട് സൈഡ് വ്യൂ ആണ് ഈ എടുത്തേക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ടോപ്പിൽ കൂടി ഇങ്ങനെ പാലം പോകുന്ന അതിൻ്റെ താഴെയുള്ള ഒരു ഏരിയ ആണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാനപ്പോൾ അവിടെ നിന്ന് നോക്കിയപ്പോൾ കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു പാടത്ത്. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ആ മഴയത്തൊക്കെ എനിക്കിഷ്ടമാണ് ഇങ്ങനെ കാറ്റും സംഭവമൊക്കെ. അപ്പോൾ ഞാനൊന്ന് എൻജോയ് ചെയ്തായിരുന്നു, എനിക്കിഷ്ടമായി. ഞാൻ അവിടെ പിള്ളേർ കളിക്കുന്നത് ഞാൻ കാണിച്ചു തരാവേ. മഴയത്ത് ഇങ്ങനെ പഴയ കാലഘട്ടമൊക്കെ ഓർമ്മ വരുന്നതും പോലെ. പിന്നെ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഒന്ന് ചതിച്ചായിരുന്നേ. ഞങ്ങൾ പോയ വഴി കൂടിയൊക്കെ പിന്നെയൊക്കെ ഒന്ന് കറങ്ങിയായിരുന്നു. രാത്രിയുമായപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായില്ല, വഴിയൊക്കെ ക്ലിയർ ആയില്ല. ഗൂഗിൾ മാപ്പ് പറഞ്ഞു ആ വഴി പോയി ഒരു കുഞ്ഞു വഴി കൂടിയൊക്കെ ഞങ്ങൾ പോയി. ഭാഗ്യത്തിന് രക്ഷപ്പെട്ട് സ്ഥലത്ത് എത്തി. നമ്മൾ ഒരു എത്ര മണിയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. നമ്മൾ നൈറ്റായി എത്തിയപ്പോൾ. അങ്ങനെ മെട്രോ ട്രാവലാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൊള്ളാട്ടോ ആംബുലൻസൊക്കെ. അതോട്ട് കുറച്ച് കയറിയായിരുന്നെങ്കിലും റേറ്റും കുറവാണ്. നമുക്ക് ആ ഒരു രാത്രി ഒന്ന് സ്റ്റേ ചെയ്യാനല്ലേ, നാളെയല്ലേ കല്യാണം. അപ്പോൾ ആ ഒരു രാത്രി കിടക്കാനായിട്ട് വളരെ നല്ല റൂം തന്നെയായിരുന്നു. അങ്ങനെ ചെക്കിനൊക്കെ ചെയ്തു. നമ്മൾ റൂമിൽ വന്നു. നല്ല റൂമൊക്കെയാണ്, ഞാൻ കാണിച്ചു തരാം. ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട്. നമ്മൾ വണ്ടി ഓടിച്ച് എയിംസനും ടയേർഡായിരുന്നു. അവൻ റൂമൊക്കെ പോയി നോക്കുമായിരുന്നു. നല്ല റൂമാണ് കേട്ടോ, കൊള്ളായിരുന്നു. നല്ല ഏരിയയൊക്കെ ഉണ്ട്, സെറ്റാണ് റൂമൊക്കെ.
അപ്പം ഇന്ന് രാത്രി ഒരു ദിവസം ഉറങ്ങാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ റൂം എടുത്തേക്കുവാണ് ഗൈസ്. നാളെ നമുക്ക് രാവിലെ എണീക്കണം കല്യാണത്തിന് പോകാനായിട്ട്. അതിൻ്റെ ഇടയിൽ വിശന്നപ്പോൾ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളൊന്ന് ഇറങ്ങിയായിരുന്നേ. നമ്മളൊന്നും കഴിച്ചില്ലല്ലോ രാത്രി. അപ്പോൾ കോഴിക്കോട് ഫുഡൊന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ മെട്രോ ടവറിൻ്റെ ഓപ്പോസിറ്റ് തന്നെയുള്ളൊരു ഹോട്ടലായിരുന്നു ഇത്. ആക്ച്വലി സോറി ഗൈസ്, ഞാൻ പേര് മറന്നുപോയി. നല്ല ഒരു ആംബിയൻസ് ഒക്കെ ഉള്ളൊരു ഹോട്ടലായിരുന്നേ. ഞങ്ങൾ ഒരു സീറ്റിലങ്ങ് പോയിരുന്നു. എനിക്കിഷ്ടമായി അവിടുത്തെ ആംബിയൻസ് ഒക്കെ എനിക്കിഷ്ടമായി. റോഡ് സൈഡിൽ തന്നെയാണ്. ജയലക്ഷ്മി അവിടെ തൊട്ടടുത്തുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ അപ്പോൾ ചിലപ്പോൾ കോഴിക്കോടുള്ളവർക്കെങ്കിലും മനസ്സിലാവാതിരിക്കില്ലല്ലോ. ജയലക്ഷ്മിയുടെ അടുത്തുള്ള ഒരു ഹോട്ടലായിരുന്നേ. നല്ല ആംബിയൻസ് ഉള്ള നല്ലൊരു ഹോട്ടൽ, അത്യാവശ്യം നല്ല സർവീസും ആയിരുന്നു അവിടുത്തെ. ഫുഡും ഒക്കെ കൊള്ളായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ കോഴിക്കോടൻ ഫുഡ് കുറച്ച് വാങ്ങി. രാത്രി ആയതുകൊണ്ട് എന്താ നമുക്ക് റൈസ് ഐറ്റംസ് എല്ലാം നമുക്കിങ്ങനെ അപ്പം, പൊറോട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ പൊന്നം പുട്ട് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവന് പുട്ട് വാങ്ങിച്ചു, എനിക്ക് പൊറോട്ട വാങ്ങിച്ചു, എയിംസിന് അപ്പം. അങ്ങനെ ഞങ്ങൾ 3 പേരും 3 സാധനങ്ങളും വാങ്ങിച്ച് എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. അങ്ങനെ ഫുഡൊക്കെ അടിച്ചു. പിന്നെ ഉറങ്ങി എണീറ്റ് രാവിലെ ആയപ്പോൾ കല്യാണത്തിന് പോകാൻ ഒരാളെ റെഡിയാക്കിയതാണ് ഈ കാണുന്നത്. അപ്പോൾ തന്നെ ഞാൻ ഇട്ടോളാമെന്നും പറഞ്ഞ് ഇട്ടതായി കാണുന്നത്. കോട്ടൊക്കെ ഇട്ട് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുവാണേ പൊന്നപ്പൻ. അപ്പോൾ ഡാഡിയും കുളിച്ച് റെഡിയായി വന്നു. ഞാനും മുടിയൊക്കെ കെട്ടി ഡ്രസ്സൊക്കെ മാറി. കമ്മൽ ഞാൻ പിന്നെ ഇട്ട് നോക്കായിരുന്നു. എൻ്റെ പുതിയ കമ്മലായിരുന്നു. ഞാൻ ഫസ്റ്റ് ഇടുവാണ് കല്യാണ സ്പെഷ്യൽ കമ്മൽ. എടപ്പള്ളി പള്ളിയിൽ പെരുന്നാളിന് വാങ്ങിച്ച കമ്മലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കമ്മൽ ഇട്ടിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമായോ? നല്ല കമ്മലല്ലേ? അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ ജയലക്ഷ്മി കേട്ടോ. നമ്മളുടെ മെട്രോ ടവർ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഈ ജയലക്ഷ്മിയാണ്. അങ്ങനെ കോഴിക്കോട് ജയലക്ഷ്മി ഞാൻ കണ്ടു. കയറാൻ പറ്റിയില്ല, ടൈം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയില്ല. ജയലക്ഷ്മി കണ്ടു പോന്നു. ഓണത്തിൻ്റെ ഇടയിൽ പൂട്ടക്കച്ചവടം എന്ന് പറഞ്ഞ പോലെ നമ്മളിത് വാഹനപ്പുക പരിശോധന കേന്ദ്രം കോഴിക്കോട് നമ്മുടെ ഡേറ്റ് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും തിരിച്ചും പോകുമ്പോൾ ഒന്നും ഡോക്യുമെൻറ്റ്സ് എല്ലാം പക്കയായിരിക്കണമല്ലോ. അപ്പം നമ്മൾ പുക പരിശോധിക്കാൻ വേണ്ടിയിട്ടും കൂടി ഒന്ന് കയറ്റിയായിരുന്നു കേട്ടോ നമ്മുടെ വണ്ടീനെ. നമ്മുടെ വണ്ടി എക്കോ സ്പോട്ടാണ്. വണ്ടീനെയും കൊണ്ടൊന്ന് കയറ്റി. ഞാൻ ആദ്യമായിട്ടാണ് കുറേ നേരം ഇച്ചിരി സമയം എടുത്തായിരുന്നു പുക പരിശോധിക്കാനായിട്ട്. അവിടെ നിന്ന് നമ്മളുടെ കല്യാണത്തിൻ്റെ ഹോളിലോട്ട് നമ്മൾ എത്തിയിട്ടോ. അപ്പോൾ ഫ്രണ്ട്സൊക്കെ, എൻ്റെ കൊളീഗിൻ്റെയാണ് കല്യാണം. അഡ്വക്കേറ്റ് ജുവേരിയുടെ കല്യാണമാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു. ട്രെയിനിന് വന്ന ഫ്രണ്ട്സ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കല്യാണത്തിൻ്റെ ഹോള്. അപ്പോൾ കുറേ തട്ടനൊക്കെ ഇട്ട് കുറേ ചേച്ചിമാരും കുറേ കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കോഴിക്കോടൻ കല്യാണം, കോഴിക്കോട് എന്താ ഫുഡ്, ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ വന്നേക്കുവാണ്. അവിടെ ഒരു മോൻ നിന്ന് ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഫുഡിൻ്റെ സെക്ഷൻ ഏരിയയിൽ അവൻ നിന്ന് ഡെക്കറേഷനൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് അവനത് ചെയ്യുന്ന കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. ഞാനത് കാരണം ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോഴേക്കും ഞാൻ അറിഞ്ഞു എൻ്റെ മണവാട്ടിക്കുട്ടി വന്നെന്ന്. അപ്പോൾ ഞാൻ അവളെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഫോട്ടോഷൂട്ടാണ്. ക്യാമറാമാൻമാരൊക്കെ നിറച്ച് നിൽക്കുമായിരുന്നു. ഫോട്ടോഷൂട്ടാണ്. ഇതാണ് എൻ്റെ മണവാട്ടി, അഡ്വക്കേറ്റ് ജുവേരിയ. ആളുടെ കല്യാണത്തിൻ്റെ എനിക്ക് തോന്നുന്നു 5ഓ 6ാമത്തെ ഫംഗ്ഷനാണെന്ന് തോന്നുന്നു ഇത് കല്യാണത്തിൻ്റെ. അങ്ങനെ ആൾ വന്നേക്കാണ്. ഓരോ ലുക്കായിരുന്നു കേട്ടോ കല്യാണത്തിന്. എന്താ മുസ്ലിം ലുക്ക് ഉണ്ടായിരുന്നു, ക്രിസ്ത്യൻ ലുക്ക് ഉണ്ടായിരുന്നു. അവളുടെ വെഡ്ഡിങ് ഫോട്ടോഷൂട്ടും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. എല്ലാ സ്റ്റൈലും ആൾ ചെയ്തായിരുന്നു. അടിപൊളി കല്യാണം. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. നമ്മൾ കൊളീഗ്സ് എല്ലാവരും കൂടെ നമ്മളൊരു ഹണിമൂൺ പാക്കേജാണ് കേട്ടോ കൊടുത്തത് ആൾക്ക്. വയനാട് ഒരു റിസോർട്ടാണ് നമ്മൾ ബുക്ക് ചെയ്ത് കൊടുത്തത്. കൂട്ടത്തിൽ നമ്മുടെ അലൻ എന്ന് പറഞ്ഞ എൻ്റെ കൊളീഗുണ്ട്. അവൻ നന്നായിട്ട് ഹാൻഡ് വർക്ക് ഡിസൈൻ ചെയ്യും. അപ്പോൾ അവനെ കൊണ്ട് നമ്മളൊരു ഹാൻഡ് വർക്കും കൂടി ചെയ്യിപ്പിച്ചിട്ടാണ് ഇതെടുത്തത്. അത് കഴിഞ്ഞ് ഞാൻ അകത്തോട്ട് കയറുമ്പോൾ നമ്മുടെ ആ മോൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അവൻ അത് ഫുൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ ഒരു പ്ലേറ്റ്. അത് കഴിഞ്ഞ് അവൻ അടുത്ത പ്ലേറ്റ് സെറ്റ് ചെയ്യുന്നതാണ് ഞാൻ കണ്ടത്.
അങ്ങനെ സ്റ്റേജ് കാര്യങ്ങളെല്ലാം അപ്പോൾ ഓൾമോസ്റ്റ് കുറേ പേരൊക്കെ വന്നു തുടങ്ങി. പയ്യെ ട്രയലും ഗാനമേളയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതായത് നമ്മുടെ ചെക്കനെ കൊണ്ടുവരേണ്ടത് എങ്ങനെയാണെന്ന് ചെക്കൻ്റെ ചേട്ടൻ ഷബീർ എന്നാണ് കേട്ടോ നമ്മുടെ മണവാളൻ്റെ പേര്, ഞാൻ പറയാൻ വിട്ടുപോയി. ഷബീർ നമ്മുടെ മണവാളൻ എത്തി. ഷബീറിൻ്റെ ചേട്ടൻ ഒരു ട്രയലൊക്കെ ആദ്യം ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മണവാളിനെ കൊണ്ടുവരുവാണ്. മണവാട്ടിനെ കൊണ്ടുവരേണ്ടത് എങ്ങനെയാണെന്നൊക്കെയാണ് അവർ ട്രയൽ ചെയ്ത് കേട്ടോ. അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ കോഴിക്കോടൻ കല്യാണം തുടങ്ങി. അതിസുന്ദരിയായിട്ട് നമ്മുടെ മണവാട്ടി പെണ്ണ് വന്നു കേട്ടോ. അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു നേരിട്ട് കാണാനായിട്ട്, നല്ല ഭംഗിയായിരുന്നു. പിന്നെ നമ്മളത് ഫുഡ് അടിക്കാൻ വേണ്ടി ഇരുന്നു. മട്ടൺ സ്റ്റോവും ചിക്കൻ ഫ്രൈയും ബീഫ് റോസ്റ്റും അടിപൊളി, കാന്താരി ബീഫ് റോസ്റ്റ്, നെയ്ച്ചോറ്, അങ്ങനെ ഫുഡൊക്കെ അടിച്ചു. നമ്മൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഒന്ന് മിഠായി തെരുവ് വരെ പോകാൻ വേണ്ടി. കോഴിക്കോട് വരെ വന്നിട്ട് ഒന്ന് മിഠായി തെരുവ് കാണാതെ എങ്ങനെയാണ് പോകുന്നത്? അപ്പോൾ പൊന്നൻ്റെ സ്കൂൾ തുറക്കുന്ന സമയമൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ചെറിയൊരു പർച്ചേസിങ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇറങ്ങി. അവന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനൊക്കെ നോക്കാം എന്നുള്ള രീതിയിൽ. അതൊരു പേര്. എനിക്കൊന്നും അവിടെ ഒന്നും സത്യം പറഞ്ഞാൽ അവിടെയൊക്കെ ഒന്ന് കാണണം, അതാണ് ഉദ്ദേശം. അപ്പോൾ നമ്മൾ മിഠായി തെരുവിലെത്തിയിട്ടോ വയസ്സ്. അപ്പോൾ അതേ ഒത്തിരി സ്വീറ്റ്സുകളാണ്. നമ്മൾ വന്ന് ഇറങ്ങിയ സൈഡ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ നിയർ ബൈ ഉള്ള സ്ഥലമാണ് ഈ മിഠായി തെരുവ് എന്ന് പറയുന്നത്. നമ്മൾ ട്രെയിനിലൊക്കെ വന്നാലും മിഠായി തെരുവ് തൊട്ടരികത്ത് തന്നെയാണ് കേട്ടോ. നമുക്ക് നടന്ന് വരാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ ഈ മിഠായി തെരുവിലോട്ട് ട്രെയിനിൽ വരുവാണെങ്കിൽ. അപ്പോൾ നമ്മളിപ്പോൾ കല്യാണ വീട്ടിൽ അവിടെ കാറിട്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഓട്ടോയ്ക്ക് പോകുന്നു. ഇങ്ങോട്ടൊക്കെ പോകുന്ന നമുക്ക് കാറ് പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലം കുറവാന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഓട്ടോ എടുത്തിട്ടാണ് പോകുന്നത്. പൊന്നൻ ഓരോ സാധനമൊക്കെ വാങ്ങിക്കാനായിട്ടൊക്കെ നോക്കിയിട്ടോ. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടായിരുന്നു, അവൻ്റെ സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ മിഠായി തെരുവിൽ വന്നാണ് സ്കൂളിൻ്റെ ഐറ്റംസ് എല്ലാം നോക്കിയതെന്ന്. അപ്പോൾ എല്ലാം ഒന്നും വാങ്ങിക്കാനും അങ്ങനത്തെ ഒന്നും നോക്കി നിൽക്കാനൊന്നും സമയമൊന്നും ഇല്ലായിരുന്നു. നമ്മൾ പോകുന്ന ആ ഒരു ഗ്യാപ്പിൽ എന്നാൽ അവിടെയും കൂടിയൊക്കെ ഒന്ന് കണ്ടിട്ട് പോരാൻ വേണ്ടിയിട്ട് അങ്ങനെ ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലും ഒക്കെ അവിടെ നിന്ന് എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോരാനുള്ള ഇതിലായിരുന്നേ. അപ്പോൾ ആകെ ഒരു ദിവസമല്ലേ നമുക്കുള്ളൂ. അപ്പോൾ മഴയും ഒക്കെ പെയ്തതുകൊണ്ട് കംപ്ലീറ്റ് അങ്ങോട്ട് അടിപൊളി ഇതെന്ന് പറയാൻ പറ്റില്ല. മഴയിൽ കുറേയൊക്കെ പെട്ടുപോയായിരുന്നു. എന്നാലും ആ ഒരു ആംബിയൻസൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് നമ്മളുടെ ആ ഒരു ദിവസമൊക്കെ അങ്ങനെ പോയിട്ടോ. ഈ മിഠായി തെരുവിൽ വന്ന സമയത്ത് മുട്ടം വെയിലായിരുന്നു കേട്ടോ, മഴയല്ല, നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് തന്നെ മഴ മാറി ഒന്ന് വെയിൽ വന്ന സമയമായതുകൊണ്ട് ആ ഭാഗത്തുള്ള എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. ഇതാണ് മിഠായി തെരുവിൻ്റെ മറ്റേ അറ്റം എന്ന് പറയുന്നത്, മറ്റേ സൈഡ്. ഇവിടെ ഓട്ടോ സ്റ്റാൻഡും എനിക്ക് തോന്നുന്നു ബസ് സ്റ്റോപ്പും എന്തൊക്കെയാണ് ഇവിടെ. അവിടെ മിഠായി തെരുവിൻ്റെ സ്റ്റോറിയൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ചു പോരുവാണ്. കോഴിക്കോടൻ കല്യാണവും കൂടി, അങ്ങനെ ആദ്യത്തെ കോഴിക്കോടൻ കല്യാണവും കൂടി പിന്നെയും നമ്മൾ അഗെയിൻ കാറിൽ കയറി തിരിച്ചു പോരുവാണ് എറണാകുളത്തോട്ട്, ബാക്ക് ടു ഹോം. ബിക്കോസ് നമുക്ക് വർക്കിന് പോകണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ തിരിച്ചു പോന്നു. രാത്രി കൊള്ളിച്ചെങ്കിൽ ഇങ്ങോട്ട് വീട്ടിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു 5 മണിയാകാനായി കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പോൾ പിന്നെയും ആ മലപ്പുറം ആ സൈഡൊക്കെ നല്ല റോഡ് തന്നെയാണ്, ഞാൻ പറഞ്ഞില്ലേ, നല്ല ഭംഗിയുണ്ടായിരുന്നു. ആംബിയൻസൊക്കെ ഞാൻ കണ്ട് ഭയങ്കര സന്തോഷത്തോടെ പോകുന്നത്. പിന്നെ ഇടയിലൊക്കെ ഇങ്ങനെ പൊളിഞ്ഞൊക്കെ കിടപ്പുന്നുണ്ടോ തോന്നുന്നു. എനിക്ക് തോന്നുന്നു ന്യൂസിലൊക്കെ കണ്ട റോഡ് ഇടിഞ്ഞ് വീണെന്നൊക്കെ പറഞ്ഞ സ്ഥലം ഇതൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. എനിക്കറിയില്ല കറക്റ്റായിട്ട്. അവിടെയൊക്കെ കുറേ സ്ഥലത്തൊക്കെ ഇങ്ങനെ ഇടിഞ്ഞൊക്കെ കിടപ്പുണ്ട്. ചില സ്ഥലത്ത് ഇത് പണിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെയും നമ്മളൊന്ന് വണ്ടി ഒന്ന് പയ്യെ നിർത്തി. എന്നിട്ട് എനിക്ക് ഇങ്ങനത്തെ വ്യൂ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനപ്പോൾ ആ പാടമൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കായിരുന്നേ. അപ്പോൾ ഡാഡിയും മോനും കൂടി ഇറങ്ങി ഞങ്ങൾ കാറ്റൊക്കെ കൊണ്ടുവന്ന് പയ്യെ ഒന്ന് എൻജോയ് ചെയ്തിട്ടാണ് പോയത് കേട്ടോ. കുറേ പേര് ഈ വഴിയിൽ പോകുന്ന അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, ഒത്തിരി പേര് ഇങ്ങനെ ഇവിടെ തന്നെ വണ്ടി നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വണ്ടി നിർത്തി എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ഒരു കാണാൻ റോഡൊക്കെ കാണാൻ നിൽക്കുന്ന ആംബിയൻസിൻ്റെ ആ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നത്. പിന്നെ ഫോട്ടോ സെക്ഷൻ ആയിരുന്നേ. ഞാൻ സൺറൂഫിലൊക്കെ കയറി നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. ആ പൊസിഷൻ ഈ പൊസിഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ എങ്ങനെ നിന്നാലാണ് ശരിയാവുന്നത്, ഏത് സൈഡിൽ നിന്നാലാണ് നല്ല ഇത് കിട്ടുന്നത് എന്നുള്ള രീതിയായിരുന്നു. ഒരു വട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് വല്ലപ്പോഴൊക്കെ അല്ലേ നമ്മൾ പോകുന്നത്.
അപ്പോൾ ഇതൊക്കെ എൻജോയ് ചെയ്യണ്ടേ. അപ്പോൾ ഞാൻ സൺറൂഫിൽ കയറി നിന്നപ്പോൾ അവന് സൺറൂഫിലിരിക്കണം. പിന്നെ അവനെയും പൊക്കി കയറ്റി നിർത്തി അവൻ്റെയും ഫോട്ടോയൊക്കെ എടുത്ത് തന്നു. പിന്നെ നമ്മൾ തിരിച്ചു പോകണമല്ലോ, ഇവിടെ തന്നെ നിൽക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പിന്നെ പയ്യെ ഇറങ്ങി ആ ഒരു തൃശ്ശൂർ, എനിക്ക് തോന്നുന്നു തൃശ്ശൂർ എത്തുന്നത് വരെയൊക്കെ ഇടയിലായിട്ട് എന്താ നല്ല റോഡാണ്. എന്നാലും ചില സ്ഥലത്തൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ചില സ്ഥലത്തൊന്നും പണി കഴിഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ സർവീസ് റോഡ് വഴി കയറണം, അതല്ലെന്നാണെങ്കിൽ കറങ്ങി വന്നം, അങ്ങനെയൊക്കെയാണ്. എന്നാലും ആ ഭാഗമൊക്കെ കുറേയൊക്കെ നല്ല റോഡ് തന്നെ കിട്ടി കേട്ടോ, ഈ മലപ്പുറം സൈഡ്. പിന്നെ ജംഗ്ഷനൊക്കെ എത്തുമ്പോൾ മാത്രമാണ് കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് വെച്ചടിച്ച് പോരാൻ പറ്റി നമുക്ക്. ഇങ്ങനത്തെ റോഡ് കിട്ടുന്ന സമയത്ത് മാത്രമാണ് നമുക്കൊന്ന് മര്യാദക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നത് കേട്ടോ സത്യത്തിൽ. അപ്പം ഞങ്ങളിങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ പയ്യെ ഇങ്ങനെ പോരുവാണ്. പാട്ടൊക്കെ കേട്ടിരിക്കുവാണ്. പിന്നെ പയ്യെ ഇരുട്ടായി തുടങ്ങി. നമുക്ക് അതേ ഇരുട്ടാവുന്നതിന് മുന്നേ വീടെത്തണം. പിന്നെ തൃശ്ശൂർ ഇതേ കണ്ടല്ലോ, നമ്മൾ പോയപ്പോൾ കണ്ട ആ കൊരട്ടി സൈഡാണ് കേട്ടോ ഇത്. തിരിച്ചു വന്നപ്പോൾ ഇപ്പുറത്തെ സൈഡ് ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് ഇതേ പോരാൻ പറ്റുന്നുണ്ട്. പക്ഷേ അപ്പുറത്തെ സൈഡ് നോക്കൂ എന്ത് ബ്ലോക്കാണെന്ന്. അങ്ങനെ ഇതേ ഇപ്പം നമ്മൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് എത്തിയിരിക്കുന്നു. അടിപൊളി റോഡൊക്കെ സെറ്റായി കഴിയുമ്പോൾ എനിക്ക് ഒന്നുകൂടെയൊക്കെ ഒന്ന് പോകണം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നല്ലൊരു വീഡിയോ ഒക്കെ എടുത്തു തരാം കേട്ടോ. ഇതിപ്പോൾ കുണ്ടും കുഴിയിലൊക്കെ കൂടി പോയത് കൊണ്ട് അത്ര നല്ലതെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ കല്യാണം അടിപൊളിയായിരുന്നു. അപ്പോൾ ഗൈസ് അത്രേ ഉള്ളൂ. അപ്പോൾ സൺഷാസ് നെസ്റ്റോറ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റ ബൈ ബൈ.